അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ധീരൻ, യോദ്ധാവ് എന്നതൊക്കെ ഏറ്റവും നല്ല ഒരു ഗുണങ്ങളിൽപ്പെട്ടതാണ്. ധീരന്മാർക്കേ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഭീരുത്വം എന്നത് ആരും ആഗ്രഹിക്കുകയോ ഭീരുവാകാൻ ഒരാൾ താല്പര്യപ്പെടുകയോ ചെയ്യാറില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ ഗുണങ്ങളെപ്പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും നല്ല ധീരനായിരുന്നു എന്നുള്ളത്. നബിയോരത്തിൽ ഇന്ന് ഭീരുത്വം തൊട്ടുതീണ്ടാത്ത ഏറ്റവും വലിയ ധീരനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനന്നാസി വഅജ്വദന്നാസി വഅശ്ജഅന്നാസ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ളവരും ഏറ്റവും വലിയ ഉദാരനും നല്ല ധീരനുമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ശേഷം അതിന് തെളിവായിട്ട് അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കൽ മദീനയിൽ ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ്. ജനങ്ങളൊക്കെ പരിഭ്രാന്തരായി, ശത്രുക്കൾ നമ്മെ ആക്രമിക്കാൻ വരികയാണോ എന്നൊക്കെ അവർ ഭയന്നു. പലരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇങ്ങനെ ഓടിയെടുക്കുമ്പോൾ ആ ഭാഗത്ത് നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. മുത്തുനബി തങ്ങൾ വരുന്ന സമയത്ത് പറയുന്നത് ലം തുറാഉ ലം തുറാഉ, ആരും ഭയക്കണ്ട പേടിക്കണ്ട എന്നുള്ളതായിരുന്നു. നോക്കൂ നിങ്ങൾ, എല്ലാവരും ഭയന്ന സമയം, എല്ലാവരും വരുന്നതിന് മുമ്പ് തന്നെ ഒറ്റക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് പോകുന്നു, വിവരങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു. അവിടുത്തെ അനുയായികൾക്കെല്ലാം ആവേശം നൽകുന്ന, സമാധാനം കൊടുക്കുന്ന ഏറ്റവും ധീരരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര ചെയ്തിരുന്നത് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കടിഞ്ഞാണ് പോലുമില്ലാത്ത ഒരു കുതിരപ്പുറത്തായിരുന്നു എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ഹദീസ് പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹുനൈൻ യുദ്ധം നടക്കുകയാണ്. എല്ലാവരും ഓടിപ്പോയ ഒരു സമയമുണ്ട്. മഹാനായ ബർറാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്തിരിഞ്ഞോടിയില്ല. മുത്തുനബി തങ്ങൾ അവിടുത്തെ വാഹനത്തിൻ്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് ചുറ്റും കൂടിയ ശത്രുക്കൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, അനന്നബിയു ലാ കദിബ് അനബ്നു അബ്ദുൽ മുത്തലിബ്. ഞാൻ നബിയാണ്, ഞാൻ ഒരിക്കലും കളവ് പറയുകയില്ല, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്, ഉപ്പക്ക് പിറന്നവനാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ തറവാടിൻ്റെ മഹത്വം പറഞ്ഞ് ധീരമായി ശത്രുക്കൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പോരാടുകയാണ്. ഇങ്ങനെയായിരുന്നു സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ സാധിച്ചിരുന്നത്. മാത്രമല്ല അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യുദ്ധമൊക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന സമയം, ജനങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടായിരുന്നു കാവൽ തേടാറുള്ളത്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കും ഞങ്ങളുടെ മുമ്പിൽ ശത്രുക്കൾക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നയാള്. ഞങ്ങളൊക്കെ മുത്തുനബിക്ക് പിറകിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ശത്രുക്കൾ ഒന്നായിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിലും ഒരടി പോലും പിന്നോട്ട് പതറാതെ ഉറച്ച് ധീരമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പോരാടിയിരുന്നു. ബദർ യുദ്ധം പരാമർശിച്ച് അലി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്ന ഒരു വാക്കുണ്ട്, അന്ന് ഞങ്ങളിൽ ഏറ്റവും വലിയ ശക്തൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ഞങ്ങൾക്ക് ധൈര്യം നൽകിയിരുന്നതും യുദ്ധം നയിച്ചിരുന്നതുമെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ഇങ്ങനെ തുടങ്ങി ഏത് സമയത്തെടുത്തു കഴിഞ്ഞാലും ഏറ്റവും വലിയ ധീരത പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.